Hi my dear students, I warm welcome to our video. In this video we are going to study a poem of American poet Emily Dickinson's Hope is the Thing with Feathers. 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു പോയമാണ് എമിലി ഡിക്കൻസിൻ്റെ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് എന്ന് പറയുന്ന പോയം. അപ്പോൾ ആ പോയമാണ് നമ്മൾ ഇന്നിവിടെ അനലൈസ് ചെയ്ത് സമറൈസൊക്കെ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി കാൻ എൻ്റർ ടു ദ പോയം വി നോ ദ ഓതർ. ഓക്കെ, ഈ ഒരു പോയിറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ പോയിറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പോയിറ്റാണ് എമിലി ഡിക്കൻസൺ. അപ്പോൾ എമിലി ഡിക്കൻസിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് എമിലി എലിസബത്ത് ഡിക്കൻസൺ എന്നാണ്. അപ്പോൾ അവർ അമേരിക്കൻ പോയറ്റാണ്. അതുപോലെ തന്നെ അവരുടെ മെയിൻലി വർക്ക്സ് മുഴുവനും പോസ്റ്റ്മസിലായിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് വർക്ക് മാത്രമേ അവർ ജീവിച്ചിരിക്കുമ്പോൾ എന്താ പറയുക പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. She was an American poet little known during her life. She has since been regarded as one of the most important figures in American poetry. So ഞാൻ പറഞ്ഞ അമേരിക്കൻ പോയറ്റാണ്. ഒരു അമേരിക്കൻ പോയട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറും കൂടിയാണ് എമിലി ഡിക്കൻസൺ. അവരുടെ വർക്ക്സൊക്കെ വെരി ഫ്യൂ ഓഫ് ഡിക്കൻസസ് വർക്ക്സ് were published when she was alive. Most of her poems were published after her death. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വർക്ക്സൊക്കെ ആദ്യം കുറച്ച് വർക്ക്സ് മാത്രം ജീവിച്ചിരിക്കുമ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. മരണശേഷം അവരുടെ സിസ്റ്ററാണ് വർക്ക്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ മെയിൻലി നൺ ഓഫ് ആംറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദ തീം ഓഫ് ദി ഹർ വർക്ക്സ് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീം എന്തൊക്കെയായിരുന്നു അവർ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ലവ്, ഡെത്ത്, നേച്ചർ, ഇമ്മോർട്ടാലിറ്റി, ക്വസ്റ്റ്യനിങ് ഓഫ് അതോറിറ്റി, ഇവയൊക്കെ ആയിരുന്നു അവരുടെ വർക്ക്സിൽ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ ഹോപ്പ് വിത്ത് ദ ഫെതേഴ്സ് എന്ന് പറയുന്ന ഒരു പോയം 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. അപ്പം ആ ഒരു പോയത്തിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് അതിൻ്റെ ലൈൻസൊക്കെ വായിച്ചു തരാം, ഒരു ലിറിക്സ് വായിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ അതിൻ്റെ മീനിങ്സ് നോക്കാം കേട്ടോ. Hope is the thing with the feathers that perches in the soul and sings the tune without the words and never stops at all. And sweetest in the graal is heard, and sore must he's the stone that could abash the little bird that kept so many warm. I have heard it in the chillest land and on the strongest sea, yet never in extremity. It asked a crumb of me. Okay, the first stanza. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ നോക്കുമ്പോൾ ഹോപ്പ്, നമ്മൾ ഹോപ്പിനെ ഒരു ഇൻവെർട്ടർ കോമിലൊക്കെ ഇട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ മെയിൻ തീം ഇൻ ദിസ് പോയം, ദാറ്റ് ഈസ് ഹോപ്പ്, പ്രതീക്ഷ. ഈ പ്രതീക്ഷയെ തന്നെയാണ് ഇവിടെ എമിലി ഡിക്കൻസൺ ലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഏതൊരു മനുഷ്യനും ജീവിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് നടക്കുന്നത് ഒരു പെർട്ടിക്കുലർ തിങ് ഉണ്ടാവും. ആ പെർട്ടിക്കുലർ തിങ്ങാണ് ഹോപ്പ്. ആ ഹോപ്പിനെ തൻ്റെ ലൈഫും അതുപോലെ തന്നെ റീഡർ ലൈഫിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ എമിലി ഡിക്കൻസൺ പറയുന്നത്. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. പ്രതീക്ഷ എന്നത് ഫെതേഴ്സ് എന്ന് പറയുന്നത് തൂവൽ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഹോപ്പിനെ ഒരു ബേർഡായിട്ട്, ഒരു കറേജസ് ബേർഡ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ മെറ്റഫറാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച്. അപ്പോൾ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. പ്രതീക്ഷ എന്ന് പറയുന്നത് തൂവലാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ദാറ്റ് പെർച്ചേഴ്സ് ഇൻ ദ സോൾ. അത് എവിടെയാണുള്ളത്? നമ്മുടെ ആത്മാവിൽ തന്നെയാണുള്ളത്. ദാറ്റ് പെർച്ചേഴ്സ് ഇൻ ദ സോൾ, നമ്മുടെ ആത്മാവിൽ തന്നെയുണ്ട്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. ആ ഒരു പ്രതീക്ഷ, ആ ഒരു ഹോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? പാട്ട് പാടുന്നുണ്ട്. പക്ഷെ അവരുടെ വരികളൊന്നും നമുക്ക് കേൾക്കാൻ കാണാനോ കഴിയത്തില്ല എന്നാണ് ആര് പറയുന്നത്? എമിലി ഡിക്കൻസൺ പറയുന്നത്. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഈ പ്രതീക്ഷ എന്ന് പറയുന്ന പാട്ട് ഒരിക്കൽ തന്നെ നിൽക്കുന്നില്ല, അവസാനിക്കുന്നില്ല. അത് തുടരെ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്? ദ ഹോപ്പ് എന്ന് പറയുന്നത് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. അതിനെ ഒരു തൂവലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു ബേർഡുമായിട്ട് കണക്ട് ചെയ്യാണ്. ആ ബേർഡ് എവിടെയുള്ളത്? നമ്മുടെ തന്നെ മനുഷ്യൻ്റെ ആത്മാവിൽ തന്നെയുണ്ട്. ആ ആത്മാവിൽ നിന്ന് ഇവ പാടുകയാണ്. എന്താണ് പാടുന്നത്? ആ പാട്ട് നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ പാട്ട് പാടുകയാണ്. പക്ഷെ ആ പാട്ടുകളുടെ വരികളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ബട്ട് ദാറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അത് എവിടെയും തന്നെ അവസാനിപ്പിക്കുന്നില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസിലോട്ട് വരികയാണെങ്കിൽ, ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗ്രാൾ ഈസ് ഹിയർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. ഈ ഒരു പാട്ടിൻ്റെ മാധുര്യം
ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗാഡ് ഈസ് ഹിയർ. ഈ ഒരു പാട്ടിൻ്റെ മാധുര്യം എപ്പോഴാണ് കേൾക്കാൻ പറ്റുന്നത്? ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. ഒരു കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ. അതായത് എമിലി ഡിക്കൻസ് നമ്മുടെ ലൈഫിനെ കണക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികൾ, ഓരോ സർക്കംസ്റ്റാൻസസിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലാണ് ഈ ഒരു ഹോപ്പ്, പ്രതീക്ഷ നമുക്ക് മുന്നോട്ട് അതിൻ്റെ മാധുര്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഹോപ്പിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുടെ സമയത്താണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവും, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ പറയും, നിന്നെക്കൊണ്ട് അത് സാധിക്കും, നീ അത് മറികടക്കും. ആ ഒരു പ്രതീക്ഷ, മുന്നോട്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ. സോ ആ സമയത്താണ് ഈ ഒരു പ്രതീക്ഷയുടെ ഒരു ഹോപ്പിൻ്റെ പാട്ടിൻ്റെ മാധുര്യം കൂടുന്നത് എന്നാണ് എമിലി ഡിക്കൻസ് പറയുന്നത്. ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. ആ ഒരു സമയം നമുക്ക് ആ ഒരു പ്രതിസന്ധിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അബാഷ് ദ ലിറ്റിൽ ബേർഡ്. ആ ഒരു പക്ഷി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നാണം കുടുങ്ങിയാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഗെറ്റ് സോ മെനി വാം എന്ന് പറഞ്ഞൊരു ചൂട്, നമ്മളൊരു പുതപ്പിട്ട് പൂടുന്നത് പോലെ ഈ ഹോപ്പ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ആ ബേർഡിനെ കണക്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് വാം ചെയ്യുന്നുണ്ട്, ഒന്ന് ചൂട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാം എന്നുള്ളൊരു കണക്ഷനാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് എമിലി ഡിക്കൻസ്. നമുക്കിത് ലാസ്റ്റ് സ്റ്റാൻസിലോട്ട് നോക്കാം. ഇതൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയം കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസിലേക്ക് നോക്കാം. ഐ ഹാവ് ഹിയർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദി സ്ട്രോങ്ങസ്റ്റ് സീ, യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. ഈ ലാസ്റ്റ് സ്റ്റാൻസ് വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം ഇതിൽ ഐ ഹാവ് ഹിയർഡ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവാണ്. ഇവിടെയാണ് പോയിട്ട് വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ് പോയിട്ട് ഇത് പറയുന്നത്. ഐ ഹാവ് ഹിയർഡ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ്. ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് കഷ്ടകാലം. പോയിട്ട് കേൾക്കുന്നത് നല്ലൊരു മാധുര്യമായിട്ട് ഹോപ്പിൻ്റെ ആ പാട്ട് ഞാൻ കേൾക്കുന്നത് എപ്പോഴാണ്? ഇന്ത്യ കഷ്ടകാലത്താണ്. ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന കഷ്ടകാലം. ആൻഡ് ഓൺ ദി സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നത് താൻ ഒറ്റപ്പെടുന്ന സമയത്തും അതുപോലെ എൻ്റെ കഷ്ടകാലത്തിലുമാണ് ഞാൻ ഇതിൻ്റെ മാധുര്യമായിട്ടുള്ള കവിതകൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി, അതിൻ്റെ തീവ്രത നിന്നാലും ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ, അതെന്ത് ചെയ്യുന്നില്ല? എന്നിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അതായത് പോയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ കഷ്ടകാലത്ത് നിൽക്കുമ്പോഴും എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ എന്നെ മറികടക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഹോപ്പ്. ആ ഹോപ്പ് എന്ത് ചെയ്യുന്നില്ല? എന്നിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയം ആൻഡ് വെരി ബ്യൂട്ടിഫുൾ പോയം ഇൻ അവർ സിലബസ്. ഹോപ്പ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഹോപ്പ്.